കനത്ത മഴയിലും തിരുവോണത്തെ വരവേൽക്കുവാൻ നാടും നഗരവും ഉത്രാടപ്പാച്ചിലമർന്നു. രാവിലെ മുതൽ മഴ ആരംഭിച്ചെങ്കിലും മിക്ക ടൗണുകളിലും ആളുകളുടെ വലിയ തിരക്കായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കച്ചവടം നടന്നില്ലെന്നാണ് ഭൂരിഭാഗം വ്യാപാരികളും പറയുന്നത്. തിരുവോണനാളായ നാളെയും ജില്ലയിൽ കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വീടുകളിൽ പൂക്കളങ്ങൾ ഒരുക്കിയും ഓണക്കോടിയുടുത്തും മലയാളികൾ മഹാബലിയെ വരവേൽക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ഓണാഘോഷങ്ങളുടെ ആവേശം നിറഞ്ഞു നിൽക്കുമ്പോഴും ജില്ലയിൽ പലയിടത്തും പരക്കെ മഴ തുടരുകയാണ്. ഉത്രാട ദിനമായ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അടുത്ത 3 മണിക്കൂറിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴ ശക്തമായത് ആഘോഷങ്ങളെയും അവസാന നിമിഷത്തെ വിപണനങ്ങളെയും ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. മാവേലി നാടുവാഴുന്ന പൊന്നോണത്തിന് ആവശ്യമായ വസ്ത്രങ്ങളും പച്ചക്കറികളും പൂക്കളും വാങ്ങുവാൻ ജനങ്ങൾ നഗരങ്ങളിലേക്ക് ഒഴുകിയെത്തി. മഴയെ അവഗണിച്ചും ഓണച്ചന്തകളിലും കടകളിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇടുക്കി ജില്ലയിൽ നല്ല മഴയാണ്. ഓണത്തിൻ്റെ തിരക്കുകൾ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. എന്നാൽ പോലും വ്യാപാരികൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കച്ചവടങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും വേണ്ടത്ര രീതിയിൽ നടന്നിട്ടുണ്ട്. വാഹനങ്ങളുടെ നല്ല തിരക്കുണ്ട് ടൗണിൽ. ഉത്രാട രാത്രിയുടെ ആഘോഷങ്ങൾ കൊടികുത്തി വാഴുന്നതിനിടയിലെത്തിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് ജനങ്ങളെ ചെറിയ തോതിൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. എങ്കിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് മലയാളികൾ ഒത്തൊരുമയോടെ തിരുവോണത്തെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രകൃതിയുടെ ചെറിയ കരിമേഘങ്ങൾക്കപ്പുറം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പൊന്നോണം ആഘോഷിക്കുവാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.